2025 ജനുവരി റിലീസുകളെ പറ്റിയുള്ള വീഡിയോ കുറച്ചൊന്ന് വൈകിപ്പോയി. കാരണം ഓൾറെഡി 1, 2, 3 ദിവസങ്ങളിലായിട്ട് കുറച്ച് സിനിമകളൊക്കെ ഓൾറെഡി നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ക്രൈവൻ ദി ഹണ്ടർ, ദെൻ മാക്സ് എന്ന് പറഞ്ഞൊരു പടം, പിന്നെ ഐഡന്റിറ്റി, സോണിക് 3 തുടങ്ങിയ സിനിമകളൊക്കെ ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ റിലീസുകളുള്ളത് ഇതിന്റെ അടുത്ത ആഴ്ചയാണ്. 9-ാം തീയതി രേഖാചിത്രം പുറത്തിറങ്ങുന്നത്. നമ്മുടെ ആസിഫ് അലി അനുശ്വരി പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. ദെൻ ജനുവരി 10-ാം തീയതി പൊങ്കലിനോടനുബന്ധിച്ച് ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങുന്നുണ്ട്. അതിൽ തന്നെ ഗെയിം ചേഞ്ചറാണ് ഏറ്റവും വലിയ സിനിമകളിലൊന്ന്. ശങ്കറിന്റെ ഏറ്റവും പുതിയ പടം 400 കോടി ബഡ്ജറ്റിലേക്കാണ് ഈ സിനിമ ഒരുക്കുന്നത്. ആൻഡ് ഈ സിനിമയുടെ ട്രെയിലറൊക്കെ വലിയ രസമുണ്ടായിരുന്നില്ല. ഓൾറെഡി നമുക്ക് ഇന്ത്യൻ ടൂവിൻ്റെ അവസ്ഥ എന്താ നമ്മൾ കണ്ടു. സോ അതിൻ്റെ ഒരു ബാക്ക്ലാഷിൽ നിൽക്കുകയാണ് ശങ്കർ. സോ ഈ പടവും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഇറങ്ങുന്ന സിനിമയാണ്. പക്ഷേ വലിയ ബഡ്ജറ്റിലുള്ള വലിയ സിനിമകളിലൊന്നാണ് ഗെയിം ചേഞ്ചർ. അതിന് ഈ 10-ാം തീയതി തന്നെയാണ് വാനങ്ങൾ എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നത്. നമ്മുടെ ബാല സംവിധാനം ചെയ്യുന്ന അരുൺ വിജയ് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. ഇത് ഓൾറെഡി സൂര്യ കമ്മിറ്റ് ചെയ്ത പാടായിരുന്നു. പിന്നീട് സൂര്യ നിന്ന് ഒഴിവായി എന്നുള്ള കുറേ ഇതിൻ്റെ ഈവൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടക്കം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ റൂമേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സിനിമയാണ്. സോ ആ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് 10-ാം തീയതി. ദെൻ ഈ 10-ാം തീയതി തന്നെ അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനുശ്വരയൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറഞ്ഞുള്ള ഒരു മലയാള ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ 10-ാം തീയതി തന്നെ നൊസ്ഫെറാട്ടു എന്നൊരു ഹോളിവുഡ് ചിത്രം പുറത്തിറങ്ങുന്നത്. ഒരു റീമേക്കാണ്. ഓൾറെഡി കഴിഞ്ഞ മാസമൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യൻ റിലീസ് ഈ മാസമാണ്. ആൻഡ് ഇത് റോബർട്ട് എഡ്ഗർ സംവിധാനം ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പ്രതീക്ഷയുണ്ട്. കാരണം ഇങ്ങനെയുടെ സിനിമകളൊക്കെ അല്ലെങ്കിൽ ഫിലിമോഗ്രഫി തന്നെ ഒരു വെറൈറ്റി സാധനങ്ങളാണ്. സോ കുറച്ച് പ്രതീക്ഷയുള്ള സാധനമാണ്. പക്ഷേ ഇന്ത്യയിൽ വലിയ വൈഡ് റിലീസ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ല. പക്ഷേ കുറച്ച് പ്രതീക്ഷയുള്ളൊരു ഹൊറർ ചിത്രമാണ് ഈ പറയുന്ന നൊസ്ഫെറാട്ടു. ദെൻ 10-ാം തീയതി തന്നെ ഫറ്റ എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നത്. സോനു സൂദ് സംവിധാനം ചെയ്ത സിനിമയാണ്. ആള് തന്നെയാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ആളുടെ ആദ്യത്തെ ഡയറക്ഷണൽ ഡെബ്യൂ കൂടിയാണെന്ന് പറയാം. ഇത് കൂടാതെ തമിഴിൽ നിന്ന് പൊങ്കൽ റിലീസായിട്ട് മതകഥ രാജ എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നത്. ഇത് പുതിയ പടമൊന്നുമല്ല, ഇത് പഴയ പടമാണ്. അതായത് ഒരു 2010, 12 അല്ലെങ്കിൽ 13 കാലഘട്ടത്തിൽ ഓൾറെഡി റിലീസ് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തൊരു പടമാണ്. അറൗണ്ട് ഒരു 10-11 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നത്. വിശാൽ പ്രധാന വേഷത്തിലെത്തുന്ന സുന്ദർ സി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. സോ ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ 10-12 കൊല്ലം എടുത്താലും ഈ പടമൊക്കെ ഇറങ്ങി ഇപ്പോഴൊരു സാധനം അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഒരു GVMൻ്റെ പടം. അത് ഏത് നൂറ്റാണ്ടിലാണോ എന്ന് തമ്പുരാൻ അറിയാം. പിന്നെ 12-ാം തീയതി തന്നെ ദാക്ക് മഹാരാജ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ NBKയുടെ ബാലയ്യയുടെ ഏറ്റവും പുതിയ പടമാണ്. ഇതൊരു പീരീഡ് ആക്ഷൻ മൂവിയാണ്. സോ ബാലയ്യ പടങ്ങളൊക്കെ എനിക്ക് നല്ല പടങ്ങളാണ്. കാരണം പിന്നീട് ഉപയോഗപ്പെടും. സോ ബാലയും ബോബിഡികളും പ്രധാന വേഷത്തിലുള്ള സിനിമ. പക്ഷേ മൂപ്പർക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. സോ ആ ഒരു ഫാൻ ബേസിന് വേണ്ടി ഇറക്കുന്ന സിനിമയാണ് 12-ാം തീയതി ഇറങ്ങുന്നത് ദാക്ക് മഹാരാജ്. ഇവിടെ മലയാളത്തിലും തമിഴിലൊക്കെ തന്നെ ഡബ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ 16-ാം തീയതി പ്രാവിൻകൂട് ഷാപ്പ് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ സൗബിനും ബേസിലും ചെമ്പൻ വിനോദൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. ഇതിൻ്റെ ട്രെയിലർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ മാസത്തിൽ തന്നെ ഏറ്റവും അധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന സിനിമകളിൽ ഒന്നാണ് ഈ പ്രാവിൻകൂട് ഷാപ്പ്. ഞാൻ പേഴ്സണലി കുറേ എക്സ്പെക്ട് ചെയ്യുന്ന സിനിമയാണ്. കാരണം ഇതിൻ്റെ ട്രെയിലർ എനിക്ക് എന്തൊക്കെയോ ഭയങ്കര ഒരു രസം ഉണ്ടായിരുന്നു. സ്ഥിരം കാണാത്തൊരു സാധനം എന്നുള്ള രീതിയിൽ. സോ കുറച്ച് പ്രതീക്ഷയുള്ളൊരു പടമാണ് പ്രാവിൻകൂട് ഷാപ്പ്. ദെൻ 16-ാം തീയതി തന്നെ നാരായണീൻ്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നത്. നമ്മുടെ ജോജി ജോർജ്, സുരാജ്, അലൻസിയർ തുടങ്ങിയവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. 17-ാം തീയതി അജയ് ദേവ്ഗൺ ചിത്രമായ ആസാദ് പുറത്തിറങ്ങുന്നുണ്ട്. ഇതേ ദിവസം തന്നെ സെവറൻസിന്റെ സീസൺ 2 ആപ്പിൾ TV+ലൂടെ, പാതാൾ ലോകിന്റെ സീസൺ 2 പ്രൈം വീഡിയോയിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ 23-ാം തീയതിയാണ് മമ്മൂക്ക ചിത്രമായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് പുറത്തിറങ്ങുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് GVM ആണ്. ദെൻ 24-ാം തീയതി അക്ഷയ് കുമാറിന്റെ സ്കൈ ഫോഴ്സ് എന്ന സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ 30-ാം തീയതിയാണ് അരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ ചിത്രം തുടരും പുറത്തിറങ്ങുന്നത്. ഈ ഡയറക്ടറുടെ മുൻ ഫിലിമോഗ്രഫി എനിക്ക് പേഴ്സണലി ഭയങ്കര അധികം ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക ഞാൻ തിയേറ്ററിലിരുന്ന് ഭയങ്കര അധികം ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു സിനിമകൾ വന്നിട്ടുണ്ട്. സോ നല്ലൊരു ഡയറക്ടറുടെ കയ്യിൽ ലാലേട്ടനെ പോലെ ഒരു ആക്ടർ കിട്ടുമ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നു. സ്ഥിരം മൂപ്പര് ഒന്ന് മാറ്റിപ്പിടിക്കാൻ നോക്കുകയാണ്. ഈ വർഷമാണ് നമുക്ക് ഈ മാറ്റിപ്പിടിക്കൽ നമുക്ക് കാണാൻ പറ്റുക. സോ നല്ലൊരു വർക്കൗട്ടാണെന്ന് വിചാരിക്കാം. തുടരുന്ന ചിത്രം 30-ാം തീയതിയാണ് പുറത്തിറങ്ങുന്നത്. ദെൻ 31-ാം തീയതി ദേവ എന്ന് പറഞ്ഞൊരു ഹിന്ദി ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത സിനിമയാണ്. ഷാഹിദ് കപൂർ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണിത്. ഫുൾ മലയാളിമായാണ് സിനിമയ്ക്ക്. അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഡയറക്ടർ റോഷൻ ആൻഡ്രൂസ്, എഴുതിയത് ബോബി സഞ്ജയ്, മ്യൂസിക് ചെയ്യുന്നത് ജെയ്ക്സ് ബിജോയ്. സോ കുറച്ച് പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന ഒരു ഹിന്ദി ചിത്രമാണ് ദേവ. സോ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ മാസം പ്രധാനമായിട്ട് പുറത്തിറങ്ങുന്നത്. സോ ഇതിൽ തന്നെ നിങ്ങളെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏത്, സീരീസ് ഏതെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം.